ഇപ്പം നിങ്ങളുടെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100-നും 140-നും ഇടയ്ക്കാണെങ്കിൽ ഒരു ഷുഗർ ഇല്ലാത്ത മനുഷ്യന് ഈ 100-നും 140-നും ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഷുഗർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 100-നും 300-നും ഇടയ്ക്കായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ഇങ്ങനെയായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇടയ്ക്കൊക്കെ അതിൻ്റെ അർത്ഥം എത്ര ഷുഗർ കൺട്രോൾ ഇല്ലാത്ത ആൾക്കും ഇടയ്ക്കൊക്കെ 100-നും 110-ഒക്കെ വരും. അത് പറഞ്ഞിട്ട് ഷുഗർ നോർമലായെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളിപ്പോൾ ഒരു ദിവസം ശരിക്കും ഭക്ഷണം നിയന്ത്രിച്ചിട്ട് ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഷുഗർ നോക്കി ചിലപ്പോൾ നോർമലായി ഉണ്ടാവും. അത് പറഞ്ഞിട്ട് എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിക്കും HbA1c എന്നുള്ള ടെസ്റ്റ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഈ HbA1c ടെസ്റ്റ് നോക്കാതെ ഷുഗർ കൺട്രോൾ ആയി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ. ഫുള്ളായിട്ട് മാറിയിട്ട് ചികിത്സിക്കാൻ ഇത് പനിയും ജലദോഷം പോലത്തെ അസുഖമല്ല. അപ്പം നിങ്ങളിപ്പോൾ മാറി എന്നുള്ളത് ഞാൻ വിശ്വസിക്കായിരിക്കും. ചില ആൾക്കാർക്ക് മാറുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിന് തെളിവ് വേണം. 2021 മുതൽക്ക് ഇതിനിടയ്ക്കുള്ള 6 മാസം കൂടുമ്പോഴുള്ള HbA1c കാണിച്ചാൽ ഞാൻ സമ്മതിക്കാം.